അത് ചെങ്ങനെ അസ്സലാമലൈക്കും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. ഞാൻ മൊബൈൽ ഇറക്കി ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാരം പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്നുകാണ്ട് എടാ ഡിസ്പ്ലേന്റെ പേസ്റ്റിങ് പോയിക്കടാ, ഡിസ്പ്ലേ ഒന്ന് ഒട്ടിച്ചേരുമെന്ന് പോയി. പേസ്റ്റിങ്ങിന് വന്ന ഫോണൊക്കെ ആ പേസ്റ്റിങ് വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നോക്കും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ. ചിലപ്പോ കംപ്ലൈന്റ് ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ കംപ്ലൈന്റ് ഇല്ലാതെ ഇങ്ങനെ നോക്കും. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് മൊത്തത്തിൽ ഫോൺ അയച്ചു കാണാണ്ട് പേസ്റ്റ് ചെയ്യും. ഞാൻ മൊത്തത്തിൽ നോക്കി കണ്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ നോക്കും. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അല്ലെങ്കിൽ വള്ളിയെ കയറാം. എന്നിട്ട് ഞാൻ കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ മനസ്സിലാക്കുമ്പോൾ ഞാൻ എടുക്കാണ്ട് ഊരി പാനലൊക്കെ ഊരി അത് ക്ലീൻ ചെയ്ത് തിരിച്ചിടുമ്പോ ഡിസ്പ്ലേ പോണ ആലോചിച്ച് നോക്കാം. അതിന്റെ അത്ര വള്ളി വേറൊന്നും ഉണ്ടാവൂല. അതിന്റെ അടുത്ത് 2 ഡിസ്പ്ലേ കച്ചിട്ട് പോയി. രണ്ടോ ഒന്നോ ഏതോ ഒന്ന് LED ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് കൂടി ഉള്ള ഡിസ്പ്ലേ എടുക്കാൻ അതിന്റെ അടുത്ത് പോയത് കച്ചി. പേസ്റ്റിങ്ങിന് വന്ന ഫോണ് ഞാൻ അയച്ച് തിരിച്ചിട്ടപ്പോ ഫോണാവുന്നില്ല. ഡിസ്പ്ലേ വർക്കിംഗ് ആവണില്ല. ഡിസ്പ്ലേന്റെ കണക്ടറുമ്പോ നോക്കുമ്പോ ചെറിയൊരു അയിമ്പോ കിട്ടിയ വള്ളി ഉണ്ടല്ലോ പോയിട്ടില്ല അവിടെ. അത് വള്ളി പിന്നെ പറഞ്ഞതിനെ ഒഴിവാക്കിട്ടോ. ഡിസ്പ്ലേ ഒക്കെ ഇട്ടുകൊടുത്ത് വർക്കിങ് പുതിയ ഡിസ്പ്ലേ ഇട്ടെടുത്തത് വേറെ കോപ്പർ ഡിസ്പ്ലേ ഇട്ടെടുത്തു. എന്നോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഡബർ ഇട്ടാണ് ഒട്ടിച്ചു കൊടുത്തു. ഫിംഗർ പ്രിന്റ് നോക്കുമ്പോ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യണില്ല. അത് വേറെ ഫിംഗർ പ്രിന്റ് വർക്ക് ചെയ്യണില്ല. ഡിസ്പ്ലേന്റെ ഫിംഗർ പ്രിന്റ് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് വരിക. ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് വരിക. ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്പ്ലേ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുണ്ടല്ലോ എന്നിട്ട് ഒഴിവാക്കി. ഇവനാണെങ്കിൽ പെരി പറയതാണ് പേസ്റ്റിങ് ഒട്ടിച്ചാലും ഡിസ്പ്ലേ മാറ്റാനൊക്കെ വന്നത്. അത്രക്കും വലിയ വള്ളിനെ ഞാൻ ശ്രദ്ധിച്ച് പൂർവ്വമായിട്ടും ചെയ്യല്. ഓക്കെ, അസ്സലാമു അലൈക്കും.